ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെതിരെ ഒരു വലിയ ആരോപണം, ഒരു ഗുരുതരമായ ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, സുനന്ദ പുഷ്കറിന്റെ ആ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ തന്നെ അതിലും വലിയ ഒരു ആരോപണമായി BJP രംഗത്തെത്തിയിരിക്കുന്നു. 2022 ദില്ലിയിലെ ഒരു ഹോട്ടലിൽ വെച്ചൊരു സ്ത്രീയോട് അപമര്യാദയായി ശശി തരൂർ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി അഭിഭാഷകനായ ജയ് ആനന്ദ് ഹൈദ്രായി ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. ആ പോസ്റ്റ് ഉയർത്തിക്കാണിച്ചാണ് BJPയുടെ വക്താവ് അമിത് മാളവ്യ രംഗത്തെത്തിയിരിക്കുന്നത്. ആ പോസ്റ്റിൽ തന്നെ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സംഭവം മറച്ചുവെക്കാൻ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രമിച്ചിരുന്നു. കാരണം ഇത് പുറത്തറിഞ്ഞാൽ ഈ സ്ത്രീക്ക് അപമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ മാധ്യമപ്രവർത്തകൻ ഈ വാർത്ത പുറത്തറിയിക്കാതിരിക്കാൻ ശ്രമിച്ചത്. 2022 സംഭവം. 2022 ഒക്ടോബറിലാണ് ശശി തരൂർ ഈ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത്. ഏതായാലും ഇതൊരു വലിയ ആരോപണമായി തന്നെ നിൽക്കുന്നു. ഇതിന് ഉത്തരം ശശി തരൂർ പറഞ്ഞേ മതിയാകൂ. ഈ മാധ്യമപ്രവർത്തകനും ഇതിൻ്റെ ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന് BJP പറയുന്നു. ഒരുപക്ഷെ വരും മണിക്കൂറുകളോ വരും ദിവസങ്ങളിലോ ഒക്കെ ഒരുപക്ഷെ ഈ മാധ്യമപ്രവർത്തകൻ്റെ അടക്കം പേരുകൾ പുറത്ത് വരുവാനും സാധ്യതയുണ്ട്. ഏതായാലും അന്നത്തെ പോസ്റ്റ് അടക്കം തന്നെയാണ് BJP ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വലിയ ഒരു ഗുരുതരമായ ആരോപണം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 2022 എന്ന് പറയുമ്പോൾ ശശി തരൂർ പാർലമെൻറ്റ് MP ആയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്, അതൊരു ജനപ്രതിനിധി ആയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ അപമര്യാദയായ ഒരു സ്ത്രീയോട് ഹോട്ടലിൽ വെച്ച് പെരുമാറി എന്നൊരു വാർത്ത അത് അന്ന് തന്നെ വന്നിരുന്നതാണ്. ആ പോസ്റ്റാണ് വീണ്ടും ഇപ്പോൾ BJP അതൊരു പ്രചാരണ വിഷയമാക്കുന്ന ഒരു ആരോപണമായി മുമ്പോട്ടുണ്ട്. ഒരു ഗുരുതരമായ ആരോപണം എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഇന്ത്യ മലയാളം.